26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ജോർദാനിലെ അമേരിക്കൻ സേനാ താവളത്തിൽ നിരവധി വിമാനങ്ങൾ തകർത്തുവെന്ന് ഇറാൻ. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ എന്നിവ തകർത്തുവെന്നും വലിയ നാശനഷ്ടമുണ്ടാക്കിയെന്നുമാണ് ഇറാൻ സൈന്യം പറയുന്നത്. അതേസമയം ഇതുവരെ സംഭവത്തിൽ അമേരിക്കൻ സൈന്യം പ്രതികരിച്ചിട്ടില്ല. പശ്ചിമേഷ്യയിൽ യുദ്ധം അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് വഴിമാറുകയാണ്. ഇപ്പോൾ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ ജോർദാനിൽ നിലയുറപ്പിച്ചിരിക്കുന്ന നിരവധി അമേരിക്കൻ സൈനിക വിമാനങ്ങൾക്ക് നേരെ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണമാണ് ഇവിടങ്ങളിൽ നടത്തിയിരിക്കുന്നത്. ഇന്ധനം നിറച്ച നിരവധി അമേരിക്കൻ വിമാനങ്ങളും അത്യാധുനിക യുദ്ധവിമാനങ്ങളും തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തകർത്തതായി ഇറാൻ പറയുന്നുണ്ട്. മാത്രമല്ല, കൂടുതൽ വിമാനങ്ങൾക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തിയതായും ഇറാന്റെ അവകാശവാദങ്ങൾ. ഇതിൽ ജോർദാനിലാണ് ഏറ്റവും വലിയ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നത്. ജോർദാനിലെ അമേരിക്കൻ സേനാ താവളത്തിൽ നിരവധി വിമാനങ്ങൾ തകർത്തതായാണ് ഇറാൻ പറയുന്നത്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളെല്ലാം ഇക്കൂട്ടത്തിലുണ്ട്. ജോർദാൻ പൗരന്മാർ അമേരിക്കയുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കണമെന്ന ആഹ്വാനവും ഇറാൻ ഇതിലൂടെ നടത്തിയിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ അമേരിക്കൻ സൈന്യം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. 3 ഇറാൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്ന് ജോർദാൻ സൈന്യം അറിയിച്ചതിനു പിന്നാലെയാണ് ഇറാൻ പ്രസ്താവന ഇറക്കിയത്. അമേരിക്കൻ സൈന്യം ഇറാനിലെ ജനവാസ മേഖലകൾ കൂടി ലക്ഷ്യമിടുന്നുണ്ട് എന്ന മുന്നറിയിപ്പും ഇതിനിടയിലുണ്ട്. റെയിൽവേ പാലങ്ങൾ എന്നിവ അമേരിക്കയുടെ ആക്രമണത്തിൽ പൂർണ്ണമായി തകർന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിന് തിരിച്ചടിയെന്നോണം ഇറാൻ അമേരിക്കൻ സഖ്യകക്ഷികളെയും ലക്ഷ്യമിട്ട മിസൈൽ ആക്രമണങ്ങൾ വിപുലീകരിച്ചതായും റിപ്പോർട്ടുണ്ട്. ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ പുതിയ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ കുവൈറ്റിലെ നിർണായകമായ ഒരു വൈദ്യുതി പ്ലാന്റിനു നേരെയും ആക്രമണങ്ങൾ ഉണ്ടായതിൽ കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ മാസം ഇരുവിഭാഗങ്ങളും തമ്മിൽ ഒപ്പുവെച്ച താൽക്കാലിക വെടിനിർത്തൽ പൂർണ്ണമായി തകർന്നതാണ് ഇപ്പോഴത്തെ കടുത്ത യുദ്ധ സാഹചര്യത്തിന് ഇപ്പോൾ കാരണം. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നതിനായി അമേരിക്കയും ഇറാനും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അതിശക്തമായ പ്രത്യാക്രമണങ്ങളാണ് നടത്തുന്നത്. ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങൾ ഇറാൻ ലഘൂകരിച്ചില്ലെങ്കിൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയുടെ തുടർച്ചയായി അമേരിക്ക തങ്ങളുടെ വ്യോമാക്രമണ പരിധി വിപുലീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. മറിച്ച് അമേരിക്കൻ ആക്രമണത്തിൽ ഇറാനിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഇറാൻ തിരിച്ചടി വ്യാപിപ്പിച്ചതിനു പിന്നാലെ 6 രാജ്യങ്ങളിലാണ് ഇറാന്റെ മിസൈലും ഡ്രോണുകളും വീണത്. ബഹ്റൈനിലെ സഗീർ വ്യോമതാവളത്തിൽ ഇറാന്റെ മിസൈൽ പതിച്ചതായും പറയുന്നു. അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം നടത്തിയത്. ഇപ്പോൾ ഒരേ സമയം തന്നെ വിവിധ രാജ്യങ്ങളിൽ ആക്രമണം നടത്തുകയാണ് ഇറാൻ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.